ഈ കാപ്പ കേസ് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്നുള്ളത് നമ്മുടെ കോടതിക്ക് മനസ്സിലായിരിക്കുകയാണ്. ജനങ്ങൾ വിജയിപ്പിച്ച ഒരു കൗൺസിലർ ആയതുകൊണ്ടും അന്നത്തെ സത്യപ്രതിജ്ഞ റദ്ദാക്കിയത് കൊണ്ടുമാണ് ഇപ്പോൾ ഒരു അവസരം നൽകിയിരിക്കുന്നത്. പക്ഷെ ആ അവസരം പോലും നാട്ടിൽ കാലുകുത്തണ്ട, കോർപ്പറേഷനിൽ കാലുകുത്തണ്ട, അതിനു പകരം ജയിലിൽ ചെയ്താൽ മതി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ നഗരസഭയ്ക്കുള്ള ഒരു വലിയ അടിയാണ്, ഒരു വലിയ അപമാനമാണ്. ഇത്രയധികം പരിതപത്തിലായിട്ടുള്ള ആളുകൾ ഭാഗമായിട്ടുള്ള നഗരസഭയിൽ, ഇത്രയും ലെഗസിയുള്ള നഗരസഭയിൽ ഒരു കൗൺസിലർ വിയ്യൂർ ജയിലിൽ ഇരുന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൽ പല ഒരു അപമാനം ഈ നഗരത്തിനില്ല, ഈ കൗൺസിലിനില്ല, ഈ നഗരസഭയ്ക്കില്ല. സത്യം പറഞ്ഞാൽ ശ്രീ മേയറും കൂട്ടരും ഒക്കെ പിൻവാതിലൂടെയാണ് നാളെ പോയി അവിടെ ജയിലിൽ പോയി സത്യപ്രതിജ്ഞയ്ക്കുള്ള സാഹചര്യങ്ങൾ ചെയ്യേണ്ടത്. വളരെ നാണക്കേടാണ്. എത്തരത്തിലുള്ള ആളുകളെയാണ് കൗൺസിലർമാരാക്കുന്നുള്ള കാര്യങ്ങൾ പാർട്ടികൾ പഠിച്ചാൽ കൊള്ളാം. ഈ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റുമായിട്ട് UDF മുന്നോട്ട് പോവുകയാണ്. ഈ സുഗതന്റെ ഇനിയുള്ള കൗൺസിലിലെ കാര്യങ്ങളടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടും അവിടെ എടുത്തുകൊണ്ട് തന്നെ UDF മുന്നോട്ട് പോകും. കൗൺസിലെ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? പിന്നെ കൗൺസിൽ വിളിക്കേണ്ടതാണല്ലോ എല്ലാ മാസവും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവരിന് ഈ കൗൺസിൽ വിളിക്കാതെ ഈ മാസം അവസാനം വരെ പുഷ് ചെയ്യാനുള്ള പ്ലാനാണ്. ഇത് വേറെ പറയുന്നത് കേട്ടോ, അടിയന്തര വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം കൗൺസിൽ വിളിച്ചാൽ മതി എന്നുള്ളത്. ഇവിടെ ചുറ്റുമൊന്നും കണ്ണോടിക്കുന്ന ആളുകൾക്ക് അടിയന്തര വിഷയങ്ങളിൽ ഒരു കുറവുമില്ല. ഇവിടുത്തെ മാലിന്യ കൂമ്പാരമാകട്ടെ, ഇവിടുത്തെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാകട്ടെ, അല്ലെങ്കിൽ റോഡുകളുടെ അവസ്ഥയാകട്ടെ, തെരുവുനായുടെ വിഷയമാവട്ടെ, ഇവിടുത്തെ പ്രശ്നങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. പക്ഷേ ആവശ്യമുള്ളപ്പോൾ കൂടിയാൽ സ്റ്റാൻഡിലാണ് മേയർ നിൽക്കുന്നത്. എന്തായാലും വിളിക്കേണ്ടി വരും, വിളിക്കും.